പടച്ചതമ്പുരാന്റെ വലിയ കാരുണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട് മാതാപിതാക്കൾ എന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ തണലിൽ അള്ളാഹു നമുക്ക് ജീവിതം ഒരുക്കി തന്നു. അവരുടെ സ്നേഹവും ഇഷ്ടവും ചേർത്ത് പിടിക്കലും മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷ നിമിഷങ്ങളിലുമൊക്കെ നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിലാകുമ്പോൾ, വിഷമത്തിലാകുമ്പോൾ അവരുടെ കരഞ്ഞുകൊണ്ടുള്ള ദുആ, അവരുടെ പ്രാർത്ഥന നിലച്ചു പോകുന്നതാണ് അവരുടെ മരണം കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി അവർ അടുത്ത ഒരു ജീവിതക്രമത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ വഴിയായി നമുക്ക് മനസ്സിലാക്കി തന്നത് 3 കാര്യങ്ങളിലൂടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. ഒന്ന്, അടിയുറച്ച തൗഹീദ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാകുന്നു. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിരിക്കണം എല്ലാ അർത്ഥത്തിലും നമ്മെ മാതൃകയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത വിഷയം, നമ്മളിവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവെന്ന് പറയുന്നത് ഒന്നുകിൽ സന്തോഷവും ദുഃഖവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതക്രമമാണ് എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്നത്. അതേസമയം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക ജീവിതത്തിൽ അവൻ നിത്യ സന്തോഷത്തിലായിരിക്കും. ഇതുകൊണ്ടാണ് ഖുർആൻ മൂന്നാമതായി നമ്മളോട് പറഞ്ഞത് പരലോക ജീവിതം നന്നാകുന്നതിന് വേണ്ടി എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുമ്പോൾ അവൻ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി, അവൻ ദുനിയാവ് മാത്രം ചിന്തയിലായി, അതുമാത്രം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമായി തീരുമ്പോൾ ഒരുപക്ഷെ പരലോകം മറന്നുപോകും. നമ്മെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലയളവ് മാത്രമാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഒരു 70 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 80 വർഷക്കാലമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. അതിൽ വളരെ കുറഞ്ഞ സമയം, ഏകദേശം 10-20 വയസ്സോളം വിദ്യാഭ്യാസവും ചെറുപ്പവുമായി കഴിയും. 20 വയസ്സിന് ശേഷം വൈവാഹിക ജീവിതവും മക്കളുമായി കഴിയും. ഒരു 10-60 വയസ്സ് അല്ലെങ്കിൽ ഒരു 50-55 വയസ്സാകുമ്പോഴേക്കും അടുത്ത ഒരു ജീവിതക്രമത്തിലേക്ക് നാം ഓരോരുത്തരും മാറും. ഇത് യഥാർത്ഥത്തിൽ ഒരു ശാശ്വതമായ ജീവിതത്തിന്റെ അടിത്തറയല്ല. അവിടെയാണ് ഖുർആൻ വളരെ വ്യക്തമായി പരലോക ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ജീവിക്കണമെന്ന് പറയുന്നത്. ഈ ലോകത്തെ ജീവിതം പരലോകത്തെ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ആക്കി തീർക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മക്കളെ വളർത്തുന്നതായാലും ഭർത്താവിനെ പരിപാലിക്കുന്നതായാലും ഇണകളോടുള്ള ജീവിതക്രമം ചിട്ടപ്പെടുത്തുന്നതിലായാലും എല്ലാ കാര്യങ്ങളും പരലോക ലക്ഷ്യം വെച്ചുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിവിടെ ക്രമീകരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മനോഹരമായി തീരും. ദുനിയാവും ആഖിറവും വിജയിച്ചവരിൽ അള്ളാഹു നമ്മെ പെടുത്തുകയും ചെയ്യും. അതേസമയം ഈ ലോക ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പാലിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ വലിയ പരാജിതരായിത്തീരും. മരണപ്പെട്ടു പോയ ഒരാള് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് അല്ലെങ്കിൽ പിതാവ്, അവർ പുതിയൊരു ജീവിതം ആരംഭിച്ചു. അവരുടെ 1ാമത്തെ രാത്രിയാണിന്ന്. അവരുടെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയമായിരിക്കും ഈ സമയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും കറകളഞ്ഞ നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ പ്രത്യേകിച്ച് മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരുമായി ഹൃദയം നിറഞ്ഞ ബന്ധമുള്ളവർ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ചെയ്യുന്ന പ്രാർത്ഥനകളാണ്, ദുആകളാണ് ആ ഖബറിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ മാറ്റം വരുത്തുകയുള്ളൂ. അവിടെ അവർ ഏകാന്ത പതികയായിട്ടാണ് ഖബറിൽ നിന്ന് താമസിക്കുന്നത്. അവിടെ ഒരാളും സഹായത്തിനില്ല. അവർ ഈ ഭൂമിയിൽ ചെയ്ത നന്മകൾ മാത്രമായിരിക്കും അവിടെ അവർക്ക് സഹായകമായി എത്തുന്നത്. ഇവിടെ മക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ദുആ, ഖുർആൻ പാരായണം, ദിക്റുകൾ അവർക്ക് മോചനം കിട്ടുന്നതിനു വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് ശക്തമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ട സമയത്തു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ആ മരണപ്പെട്ടു പോയ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ട് സാലിഹീങ്ങളായി അള്ളാഹു തആല തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെടുവാൻ വേണ്ടി
നമ്മൾ അതിശക്തമായി ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ദുആ ചെയ്യുകയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതക്രമത്തിൽ മാറ്റം വരുത്തി നമ്മളിൽ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്നതിനുള്ള ദൃഢപ്രതിജ്ഞയുടെയും കൂടി സമയമാണ് ഈ പ്രധാനപ്പെട്ട സമയമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ദുനിയാവിൽ മാത്രമല്ല ജീവിതം. ഖുർആനിലെ 114 അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതൊരു ഭാഗം പരിശോധിക്കുമ്പോഴും അവസാനം ഒരു 2-3 ആയത്തുകൾ കഴിയുമ്പോൾ ഉടനെ വരും ആഖിറത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. എന്തിനാണ് ഖുർആനിൽ അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഓരോരുത്തരും ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഖുർആൻ നമ്മളോട് വെക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മ അവരാഗ്രഹിക്കുന്നുണ്ടാകും നമ്മളുടെ ദുആ. മരണപ്പെട്ടു പോയ വാപ്പ ആഗ്രഹിക്കുന്നുണ്ടാകും നമ്മളുടെ പ്രാർത്ഥന. അവരിങ്ങനെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞുകൂടും. ഇപ്പോൾ ഉമ്മയോട്, ഇപ്പൊ വാപ്പ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ വാപ്പ ഇല്ലിയീനിലാണെങ്കിൽ അല്ലാഹു തആല ഇല്ലിയീനിലാക്കട്ടെ, ഉമ്മയെയും ഇല്ലിയീനിലാക്കട്ടെ. അതായത് സ്വർഗാവകാശികളുടെ ആത്മാവ് കഴിയുന്ന സ്ഥലത്തിന്റെ പേരാണ് ഇല്ലിയീൻ എന്ന് പറയുന്നത്. അവിടെയാണുള്ളതെങ്കിൽ ഉമ്മ വാപ്പയുടെ അടുക്കലേക്ക് എത്തിച്ചേരും. വാപ്പ ഓടി വന്ന് ഓരോരുത്തരെ കുറിച്ചും ചോദിക്കും, ഓരോ മക്കളെ കുറിച്ചും ചോദിക്കും, ഓരോ മക്കളുടെ അവസ്ഥകളെ കുറിച്ച് ചോദിക്കും, അയൽവാസികളെ കുറിച്ച് ചോദിക്കും, വീട്ടുകാര് ബന്ധുമിത്രാദികളെ കുറിച്ച് ചോദിക്കും. ആ സമയത്ത് വാപ്പ സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇനി അടുത്തു മരിക്കുന്ന ആളോട് ഉമ്മ വന്ന് ചോദിക്കും. ആ സമയത്ത് ഉമ്മ സന്തോഷിക്കുന്ന അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിലൂടെ, ജീവിതത്തിലൂടെ, ക്രമത്തിലൂടെ ഉണ്ടായിത്തീരണം. നമ്മുടെ ജീവിതം നന്നാക്കാനുള്ള അവസരം കൂടിയാണ് ഒരാളുടെ മരണം സംഭവിക്കുന്നതിലൂടെ നമ്മെ ഉണർത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ചെറിയ കുട്ടികൾ ആഗ്രഹിക്കും ഞങ്ങൾ ഇപ്പോഴൊന്നും മരണപ്പെടുകയില്ല എന്ന്. ഒരു മധ്യവയസ്കന്മാരായ ആളുകളും വിചാരിക്കും ഞങ്ങൾ ഒരിക്കലും മരിക്കൂല എന്ന്. പ്രായമായ കബറിലേക്ക് കാലു നീട്ടി കഴിയുന്നവരും വിചാരിക്കും ഞാൻ ഉടനെ ഒന്നും മരിക്കൂല എന്ന്. പക്ഷെ മരണം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാവണം. നമ്മുടെ മക്കളെ വളർത്തേണ്ടത് ആ രൂപത്തിലായിരിക്കണം. നമ്മുടെ കുടുംബത്തെ ക്രമീകരിക്കേണ്ടത് മരണത്തെ കാണിച്ചുകൊണ്ടായിരിക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ പരലോക ചിന്ത ശരിയായ അർത്ഥത്തിൽ നൽകുന്ന ഒരു ജീവിതക്രമം വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിത്തീരണം. അതാണ് നമുക്ക് ഈ ഓരോ മരണം കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരിക്കലും ദുനിയാവിലെ ജീവിതം ശാശ്വതമല്ല. ഒരു മനുഷ്യർക്കും ദുനിയാവിൽ 100% സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയില്ല. എത്ര സന്തോഷകരമായി ജീവിക്കുന്ന ഒരാളിനോട് പോയി ചോദിച്ചാലും അയാൾക്കും ഒരുപാട് പ്രയാസങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. ചിലരുടേത് ബാഹ്യമായി കാണും, ചിലരുടേത് ബാഹ്യമായി കാണൂല. ഇതെല്ലാം ദുനിയാവിന്റെ അവസ്ഥകളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും അവന്റെ സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട് അവരെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.